സ്വാശ്രയ വിഷയത്തിൽ നിയമസഭയിൽ നടന്ന നിരാഹാര സമരത്തെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപക്വമതികളായ ചിലരുടെ നിർബന്ധമായിരുന്നു ഈ സമരം. തെറ്റായ രീതിയിൽ ഒരു സമരം ആരംഭിച്ചാൽ എന്താണോ സംഭവിക്കുക അത് നിരാഹാര സമരത്തിനും സംഭവിച്ചുവെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ന്യൂനപക്ഷ സംഘടനകൾക്ക് അന്താരാഷ്ട്ര തീവ്രവാദ ബന്ധം വന്നിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. നിയമസഭ പിരിഞ്ഞതിനു ശേഷം ആദ്യമായി കോഴിക്കോട്ടെ പൊതുവേദിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭാ കാലയളവിൽ നടന്ന സംഭവവികാസങ്ങളെ വിശദീകരിക്കുകയായിരുന്നു. സ്വാശ്രയ വിഷയത്തിൽ യഥാർത്ഥത്തിൽ സഭയിൽ നടന്നത് എന്താണെന്ന് പൊതുജനം അറിയണം. ഈ തവണത്തെ ഫീസ് വർധനവിനെ എല്ലാവരും തത്വത്തിൽ അംഗീകരിച്ചതാണ്. എന്നാൽ ചില അപക്വമതികളുടെ നിർബന്ധമായിരുന്നു സഭയിലെ നിരാഹാര സമരം. തെറ്റായ രീതിയിൽ തുടങ്ങിയ സമരത്തിന് സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഏത് തലം എന്നല്ലാലോ, ഏത് തലത്തിലായാലും ചില അപക്വമതികളൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്ക് നിർബന്ധം സർക്കാരിനെ ഒന്ന് മുട്ടുകുത്തിക്കാൻ ഈ സമരം അങ്ങ് ആരംഭിക്കാം, നിരാഹാരം തന്നെ ആരംഭിക്കാം. നിരാഹാരം ആരംഭിച്ചു. പക്ഷെ നമ്മൾ കേരളത്തിൽ ഒരുപാട് സമരം കണ്ടിട്ടില്ലേ? ആ സമരങ്ങൾക്കൊക്കെ പലതരത്തിലല്ലേ ജനങ്ങൾ അടങ്ങി വരിക. ഒരു നിർദ്ദേശവും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത പ്രതിപക്ഷം പിന്നെ കയറി പിടിച്ചത് പരിഹാരത്തിന്റെ മുകളിലായിരുന്നു. ഈ വിഷയത്തിലൊന്നും തനിക്ക് ധാർഷ്ട്യമോ ധിക്കാരമോ ഇല്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. ഇതിലൊരു ധാർഷ്ട്യവും ഗവൺമെന്റ് കാണിച്ചിട്ടില്ല, ഒരു ധിക്കാരവും ഗവൺമെന്റ് കാണിച്ചിട്ടില്ല. എന്താണോ പറഞ്ഞത് ആ പറഞ്ഞത് അതേപോലെ പാലിച്ചിട്ടുണ്ട്. ഒരു കാര്യം, അങ്ങനെ വാക്കുമാറുന്ന ശീലം പണ്ടേയില്ല, ഇപ്പോഴും അതുണ്ടായിട്ടില്ല. വർഗീയത കൊണ്ട് ആപത്ത് പെരുകുന്ന കാലത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനുമെല്ലാം അന്താരാഷ്ട്ര തീവ്രവാദ ബന്ധമുണ്ടെന്നും വ്യക്തമാക്കി. പഴയ NDFും ഇപ്പോഴത്തെ SDPIയും അതിലൂടെ പോപ്പുലർ ഫ്രണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് ലോകത്താകെ ആപത്ത് വിതറിക്കൊണ്ടിരിക്കുന്ന സംഘടനകളുമായി അടക്കം ബന്ധങ്ങളിലേക്കുമൊക്കെ എത്തുകയാണ്. മറുഭാഗത്ത് കോപ്പുകൂട്ടുന്ന RSSനെയും നിശിതമായ ഭാഷയിലാണ് പിണറായി വിജയൻ വിമർശിച്ചത്. റിപ്പോർട്ടർ, കോഴിക്കോട്.